വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി റഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ കാരുണ്യയാത്രയുമായി ഹസ്തം സ്വകാര്യ ബസ്. ഹസ്തം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് റഫീഖ്, സെക്രട്ടറി അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് കാരുണ്യയാത്രയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. താനാളൂർ സ്വദേശി മുഷ്താഖിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹസ്തം ബസ്. Sacred Heart School, Kottakkal, a center of excellence where we teach, model and encourage a love of learning, collaboration and compassion for others. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദിലെ ജയിലിൽ 18 വർഷമായി കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനായാണ് കാരുണ്യയാത്രയുമായി ഹസ്തം ബസ് നിരത്തിലിറങ്ങിയത്. തിരൂർ വയലത്തൂർ താനാളൂർ വഴിയായിരുന്നു കാരുണ്യയാത്ര. ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനദ്രവ്യമായി 34 കോടി രൂപയാണ് വേണ്ടത്. വിവിധ ഇടങ്ങളിൽ നിന്നുമായി 30 കോടിയോളം രൂപ ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. പണം കെട്ടിവെച്ച് മോചനത്തിന് അനുവദിക്കുന്ന കാലാവധി അവസാനിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതോടെയാണ് താനാളൂർ സ്വദേശിയായ മുഷ്താഖിന്റെ ഉടമസ്ഥതയിലുള്ള ഹസ്തം ബസ് കാരുണ്യയാത്രയുമായി രംഗത്തെത്തിയത്. യാത്രയുടെ ഉദ്ഘാടനം ഹസ്തം ചെയർമാൻ മുഹമ്മദ് റഫീഖ്, സെക്രട്ടറി അബ്ദുറഹ്മാൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഷറഫുദ്ദീനാണ് ഫണ്ട് സ്വീകരിച്ചത്. നമ്മുടെ ഈ സഹോദരന് വേണ്ടി എല്ലാവരും വേണ്ടമാതിരി 34 കോടി ഉറുപ്പ്യ എന്ന് പറഞ്ഞാൽ 1, 2, 3 പൈസ അല്ല. എന്നാലും നമ്മുടെ കേരളക്കാരും കേരളത്തിൽ നിന്നും മലപ്പുറം ജില്ലയിൽ നിന്നും എത്ര 34 100 കോടി വിചാരിച്ചാൽ അതൊരു പ്രശ്നമില്ലാതെ ഇന്ന് തിരിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും വേണ്ടമാതിരി സഹകരിക്കുക, വിജയിപ്പിക്കുക. മുഷ്താഖ്, ബാബു, റഷീദ് എന്നിവർ കാരുണ്യയാത്രയ്ക്ക് നേതൃത്വം നൽകി. മലബാർ ടൈംസ്, താനൂർ.